ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഹംപി ഒരു ദിവസം എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയാലോ. ഹംപിയിൽ നിന്നും ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഹൊസ്പേട്ടെ. അവിടെ ഇറങ്ങി ഫ്രഷപ്പ് ആയി സ്റ്റേഷന് പുറത്തിറങ്ങി ഓൾമോസ്റ്റ് 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് എത്തും. അവിടെ നിന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹംപിക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ 20 റുപ്പീസ് പെർ പേഴ്സൺ ആണ് ബസ് ചാർജ്. ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് വിരൂപാക്ഷ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അവിടെ ഇറങ്ങി നമ്മുടെ ചെരുപ്പ് അവിടെ കീപ്പ് ചെയ്യാൻ കൊടുക്കുക. അതിന് 2 റുപ്പീസ് പെർ പേഴ്സൺ ആണ് വരുന്നത്. ബാക്കിയുള്ള നമ്മുടെ ലഗേജ് ബാഗെല്ലാം നമുക്ക് ക്യാരി ചെയ്യാം. ഉള്ളിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അതിൽ മെയിനായിട്ട് എനിക്ക് ആശ്ചര്യമായിട്ട് തോന്നിയത് ആ മെയിൻ ഗോപുരത്തിന്റെ നിഴല് ഒരു ചെറിയ ഹോളിലൂടെ ഉള്ളിൽ നമുക്ക് തലകീഴായിട്ട് കാണാൻ പറ്റും. അതിനെ പിൻഹോൾ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിന്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് തുംഗഭദ്ര റിവർ കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് ഹെമകൂട്ട ഹിൽ കാണാം. അവിടെയാണ് നമ്മുടെ ശിവാലയ, നരസിംഹ ടെമ്പിൾ, അങ്ങനെ 3-4 ടെമ്പിൾ വരുന്നുണ്ട്. അവിടുന്ന് നെക്സ്റ്റ് പോകാനുള്ളത് ശ്രീ വിജയ വിട്ടല ടെമ്പിൾ ആണ്. അത് വിരൂപാക്ഷ ടെമ്പിളിൽ നിന്നും 2.5 കിലോമീറ്റർ ആണുള്ളത്. പോകുന്ന വഴിക്ക് വലിയ വലിയ കല്ലുകളുള്ള വഴികൾ, അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ പാറകൾ കൊത്തിവെച്ചിട്ടുണ്ടായിരിക്കും ഓരോരോ ശില്പങ്ങള്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടെമ്പിളുകൾ, അതായത് 18 to 25 ടെമ്പിൾ ഉണ്ട് നമുക്ക് ആ ഒരു 2.5 കിലോമീറ്ററിൽ. കണ്ട് പയ്യെ നമുക്ക് ഫൈനലി നമ്മൾ വിജയ വിട്ടല ടെമ്പിളിൽ. അവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അവിടെയാണെങ്കിൽ സപ്തസ്വര മണ്ഡപങ്ങളുണ്ട്, കല്ലുകൾ. മെയിനായിട്ടും നമ്മുടെ 50 രൂപ നോട്ടിൽ കാണുന്ന ചാരിയേറ്റ് അത് അവിടെയാണുള്ളത്. സോ അതൊക്കെ കണ്ട് നമുക്കിനി തിരികെ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തണം. അവിടെയാണ് PG റൂംസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. പെർ ഹെഡ് 400 സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ ഫ്രം ദി മോർണിംഗ് നമുക്ക് ഇതുവരെ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ടുള്ളത് ഇൻക്ലൂഡിങ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ബസ് ടിക്കറ്റ് എല്ലാം കൂടെ ചേർത്ത് പെർ പേഴ്സൺ 700 ബിലോ ആണായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗൈഡിനെ ഒന്നും പ്രിഫർ ചെയ്തിട്ടില്ല, വേറെ ഓട്ടോ ക്യാബ് അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസ് കുറഞ്ഞത്. So see you guys until next video. Bye bye.